ശബരിമല സന്നിധാനത്തെ വനമേഖലകളിൽ കനത്ത മഴ. ശബരിമല സ്വാമി അയ്യപ്പൻ റോഡിലും വൻ നാശനഷ്ടം. വൈദ്യുതി ലൈനുകൾ പൊട്ടി വീണു, മരങ്ങളും ചില്ലകളും ഒടിഞ്ഞു വീണു. വിവരങ്ങളുമായി സുധീഷ് ഗോപാൽ ചേരുന്നു. സുധീഷ്, അതായത് മഴ സാഹചര്യം അത് വളരെ സ്ഥിതി ഗുരുതരമാക്കുന്നുണ്ട്. കനത്ത മഴയാണ് വനമേഖലയിൽ. നമ്മൾ ഇന്ന് രാവിലെ റിപ്പോർട്ട് ചെയ്തതാണ്. അവിടെ നിറപുത്തരിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഭക്തരുടെ വലിയ രീതിയിലുള്ള തിരക്ക് അനുഭവപ്പെട്ടിരുന്നു. ഇതിനിടയിലാണ് കനത്ത മഴ കൂടി. ഈ വൈദ്യുതി ലൈനുകൾ പൊട്ടി വീണു എന്ന് പറയുമ്പോൾ അത് ഈ കാനന പാതയിലാണോ, എങ്ങനെയാണ് ലഭിക്കുന്ന വിവരങ്ങൾ? രാഹി, ഇന്നലെ രാത്രിയിൽ പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് ഭക്തരെ ആരെയും തന്നെ കടത്തിവിടുന്നുണ്ടായിരുന്നില്ല. ഈ സമയത്താണ് ഇത്തരത്തിൽ ശക്തമായ മഴയ്ക്കിടയിൽ മരം കടപുഴകി വീണ് വൈദ്യുതി ലൈനുകൾ പൊട്ടി വീണത്. ആ മരങ്ങളെല്ലാം മുറിച്ചു മാറ്റി ഇപ്പോൾ അതിനുശേഷം ആ പാത അപകടരഹിതമാക്കിയതിന് ശേഷമാണ് ഇന്ന് രാവിലെ 9 മണി മുതൽ ഭക്തരെ പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് കടത്തി വിട്ടു തുടങ്ങിയത്. ഇപ്പോൾ എന്തായാലും ആശ്വാസകരമായ ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. കഴിഞ്ഞ ഏതാണ്ട് 1.5 മണിക്കൂറായി സന്നിധാനത്തോ മലയോര മേഖലയിലോ മഴയില്ല എന്നതാണ് ആശ്വാസകരം. അത് കഴിഞ്ഞ ഇന്നലെ രാത്രിയിലും ഇന്ന് പുലർച്ചെയും ശക്തമായ മഴയായിരുന്നു ഉണ്ടായിരുന്നത്. അത് വലിയ രീതിയിൽ ആശങ്ക ഉയർത്തിയിരുന്നു. പമ്പയിലടക്കം ജലനിരപ്പ് ഉയരാനുള്ള ഒരു സാഹചര്യം അടക്കം കണക്കാക്കിയിരുന്നു. എന്നാൽ ഇപ്പോൾ ആ ഒരു ആശങ്ക അല്പം ശമിച്ചിട്ടുണ്ട്. ചെറിയ വെയിൽ തെളിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മഴയും പൂർണ്ണമായും ഒഴിഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് മലയോര മേഖലയിലും സന്നിധാനത്തുമെല്ലാം തന്നെ ഉള്ളത് എന്നത് ഏറെ ആശ്വാസകരമാണ്. ഈ സാഹചര്യത്തിൽ തന്നെയാണ് ഇന്നലെ രാത്രിയിൽ ഇത്തരത്തിൽ മരം വീഴുകയും വൈദ്യുതി ലൈനുകൾ പൊട്ടി വീഴുകയും ചെയ്തത്. അത് പുലർച്ചയോടുകൂടി മരങ്ങളെല്ലാം തന്നെ മുറിച്ചു മാറ്റി ആ ഗതാഗതം പുനഃസ്ഥാപിച്ചു. അതുകൊണ്ട് തന്നെ ഇന്നലെ രാത്രിയിൽ തൊഴുതിറങ്ങിയ ഭക്തരോടും പുറത്തെ പമ്പയിലേക്ക് ഇന്നലെ യാത്ര ചെയ്യരുതെന്ന് നിർദ്ദേശമുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് രാവിലെയോടെ മാത്രമാണ് ഭക്തരെ ഇവിടെ നിന്നും പമ്പയിലേക്കും മടക്കി അയച്ചത്. ആ രീതിയിൽ അപകടങ്ങളില്ലാതെ ആ പ്രശ്നം പരിഹരിക്കാൻ സാധിച്ചു എന്നതാണ് ആശ്വാസകരം. ഇപ്പോൾ ശബരിമല സന്നിധാനത്തെ വനമേഖലകളിൽ കനത്ത മഴയാണ്. ശബരിമല സ്വാമി അയ്യപ്പൻ റോഡിലും വൻ നാശനഷ്ടം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. വൈദ്യുതി ലൈനുകൾ പൊട്ടി വീണു, മരങ്ങളും ചില്ലകളും ഒടിഞ്ഞു വീണിട്ടുണ്ട്. എന്തായാലും ഈ കാനനപാതയിൽ നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം. കാനനപാതയ്ക്ക് സമീപത്താണ് ഇത്തരത്തിൽ വൈദ്യുതി കമ്പികൾ പൊട്ടി വീണിരിക്കുന്നത്. സുധീഷ് ഗോപാലാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.